Welcome to Zodiac Academy. Today's question is: a patient with a history of heart failure is admitted to the hospital with a diagnosis of acute decompensated heart failure. So, which of the following medication would be most effective in reducing a patient's preload? Choice A, furosemide. Choice B, digoxin. Choice C, enalapril. And choice D, metoprolol. Okay. സോ ഇവിടെ പറഞ്ഞേക്കുന്ന ഹാർട്ട് ഫെയിലിയർ ആണ്, അക്യൂട്ട് ഡീകോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, സോ നമുക്കറിയാം ഹാർട്ട് ഫെയിലിയർ അറിയാം എന്താണ്. ഹാർട്ടിന് ഓക്കെ ആ ഒരു നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ആവശ്യത്തിനുള്ള ബ്ലഡ് ഓക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ആ ഒരു ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുന്നു. ഓക്കെ, ഫ്ലൂയിഡ് ബിൽഡപ്പ് മെയിൻലി എവിടെയാണ്? നമ്മുടെ ലങ്സ്. ഓക്കെ, ലങ്സിൽ അതുപോലെ തന്നെ അതർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകുന്നു. സോ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. സോ അങ്ങനെ അതിൻ്റെ ആ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് പോകുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഏത് ഡ്രഗാണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ പ്രീലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? സോ നമ്മൾ പറഞ്ഞു ഹാർട്ട് ഫെയിലിയർ ഒരു പേഷ്യൻറ്റിന് ഉണ്ടാകുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻ ആണ് ഫ്ലൂയിഡ് ബിൽഡപ്പ്. ഓക്കെ, ദാറ്റ് ഇസ് എഡിമ, അല്ലെങ്കിൽ എഡിമ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലൂയിഡ് ബിൽഡപ്പ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രഗ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ ആൻസർ ഏതാണ്? ചോയ്സ് എ, ഫ്രൂസമൈഡ് ആണ് ആൻസർ. നമ്മൾ ലാസിക്സ് എന്ന് പറയുമ്പോൾ അല്ലെ, ലൂപ്പ് ഡയോററ്റിക്സ്. ഓക്കെ, സോ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡയൂറസിസ്. നമുക്കറിയാം ദാറ്റ് ഈസ് പ്രിൽ ഫാമിലി അല്ലെങ്കിൽ ലോൾ ഫാമിലി എന്നൊക്കെ പറയുന്നത് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രീലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഫ്രൂസമൈഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലാസിക്സ്. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, ഫ്രൂസമൈഡ് ഇറ്റ് ഈസ് എ ലൂപ്പ് ഡയൂറിറ്റിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ പ്രീലോഡ് ഇൻ ദ പേഷ്യൻസ്. ഓക്കെ, so that's a 1 minute question. Thank you.